രണ്ടാമത് ബാസൽ മിഷനിലുള്ള പ്രെസ്ബിറ്റേറിയൻ ട്രഡീഷനുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രഡീഷനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സഭകളിൽ നമുക്ക് പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ ആരാധന രീതികളിലും അതുപോലെ തന്നെ പാട്ടുകൾ പാടുന്ന കാര്യങ്ങളിലും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ ചർച്ചിൻ്റെ സ്ട്രക്ചറിലും ഒക്കെ ആ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബാസൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1815 സ്വിറ്റ്സർലാൻഡിലാണ് ബാസൽ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഇന്ത്യയിലേക്ക് വരുന്നത് 1834 ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ വന്നിട്ട് അവർ മാംഗ്ലൂരിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം അവർ മലബാറിലേക്കും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബാസൽ മിഷൻ മിഷണറീസ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവാഞ്ചലിസമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവാഞ്ചലിസം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അവരൊരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ നൽകി. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് മലബാർ മേഖലയിൽ മിഷണറിമാർ, ബാസൽ മിഷന്മാർ ചെയ്ത സംഭാവന വളരെ വിലപ്പെട്ടതാണ്. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ എന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു വലിയ കാര്യങ്ങൾ അവർ ചെയ്തു. അതുപോലെ തന്നെ സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മിഷന്മാർ ചെയ്തു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചു. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബാസൽ മിഷൻ ഗീതങ്ങളുടെ ലെഗാസി എന്നുള്ളതാണ്, അതിൻ്റെ ഹാർമണി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ലെഗസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ഒരു ബാസൽ മിഷൻ പാട്ട് നമ്മളൊന്ന് പാടി അതിൻ്റെ ഹാർമണിയും പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ബാസൽ മിഷൻ മിഷണറീസ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ട്രഡീഷനിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉള്ളത്. പ്രത്യേകിച്ച് ബാസൽ മിഷൻ മിഷണറീസ് അവർ കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് റിഫർമേഷൻ ഐഡിയോളജിയാണ്. അപ്പോൾ റിഫർമേഷൻ ഐഡിയോളജിയിൽ ഊന്നിക്കൊണ്ടാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. അവർ സഭയുണ്ടാക്കിയതും സഭയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ സഭയിലുള്ള ഏതൊക്കെ അധികാര സ്ഥാനങ്ങൾ, അതിൻ്റെ ഹൈറാർക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിലുള്ള കാര്യങ്ങൾ ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ ആരാധന രീതികൾ, ലിറ്റർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവർ അറേഞ്ച് ചെയ്തത് അവരിൽ ഉണ്ടായ റിഫർമേഷൻ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ തിയോളജിക്കലായിട്ടുള്ള സ്റ്റാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഈ തിയോളജിക്കൽ സ്റ്റാൻഡ് സോള സ്ക്രിപ്ചറ, സോള ക്രിസ്റ്റോ, സോള ഗ്രേഷ്യ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രം, സ്ക്രിപ്ചറിലൂടെ മാത്രം, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതുപോലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള വളരെ റിഫോം തിയോളജിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആരാധന, ലിറ്റർജി, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിഫർമേഷൻ ഐഡിയോളജിയിൽ അന്നത്തെ മിഷണറിമാരെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു ഘടകമാണെന്നത് ഡെമോക്രസി എന്ന് പറയുന്നത്. ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ ആധിപത്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ട്രഡീഷനാണ് പ്രെസ്ബിറ്റേറിയൻ ട്രഡീഷനിൽ അവർ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ അവർ ഇപ്രകാരമുള്ള ഒരു വളരെ തീവ്രമായിട്ടുള്ള നിലപാടോട് കൂടി തന്നെയാണ് അവർ വന്നത്. കാരണം യൂറോപ്പിലുണ്ടായ അവർക്കുണ്ടായ ഇൻഫ്ലുവൻസും അവരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് അതേ ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ടാണ് അവരിവിടെ വന്നത്. അതുകൊണ്ടാണ് ഈ അന്ന് യൂറോപ്പിൽ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായത്? അന്നത്തെ പോപ്പിനോടുള്ള എതിർപ്പ്, അന്നത്തെ ക്ലർജി അധികാരവർഗത്തോടുള്ള എതിർപ്പ്, അത്തരത്തിലുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് സമൂഹം വന്നത്. അതിനൊക്കെ എതിരായിട്ടാണ് ഇവർ പറയുന്ന ഈ ആശയങ്ങൾ. പോപ്പല്ല, മറിച്ച് യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയവൻ, യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ, സ്ക്രിപ്ചറാണ്, ട്രഡീഷൻ അല്ല, അല്ലെങ്കിൽ ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല, സ്ക്രിപ്ചറിനാണ് പ്രാധാന്യം, വിശ്വാസത്തിനാണ് പ്രാധാന്യം. ഇതൊക്കെ വളരെ ഇതിൻ്റെ ഒരു സ്പിരിറ്റോട് കൂടിയിട്ടാണ് അവരിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രത്യേകിച്ച് പോപ്പിനോടുള്ള എതിർപ്പ്,
അതുപോലെ ക്ലറിക്കൽ സിസ്റ്റത്തിനോടുള്ള എതിർപ്പ്, ഇതെല്ലാം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ അവരുടെ സഭയിലുള്ള ടീച്ചിങ്സും അതുപോലെ തന്നെ എല്ലാ രീതികളും ആ രീതിയിൽ വരുവാനായിട്ട് ഇടയാക്കുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് യൂറോപ്പിൽ പ്രത്യേകിച്ച് റോമൻ കാത്തലിക്സ് അവരുടെ ബൈബിൾ പോലും ആളുകൾക്ക് കൊടുത്തിരുന്നില്ല, ലിറ്ററേച്ചർ പോലും ആളുകൾക്ക് കൊടുത്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു 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 സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് സൈലന്റ് ലിസണേഴ്സ് ആയിരുന്നു. അവര് ആരാധനയിൽ വരിക, ആരാധനയിൽ വന്നിട്ട് ആരാധന നടക്കുന്നത് കാണുക, കേൾക്കുക, ഇത് മാത്രമായിരുന്നു അന്നത്തെ റോമൻ കാത്തലിക് ചർച്ചിന്റെ ആ ഒരു സാഹചര്യത്തിൽ അവർക്കുണ്ടായിരുന്നത്. ബാക്കി ആരാധനയിൽ യാതൊരു പങ്കാളിത്തവും ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭ വന്നത്, റിഫോമഡ് ചർച്ചസ് വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ജനങ്ങൾ എന്ത് ചെയ്യണം? അവർ വെറും നോക്കി നിൽക്കേണ്ട ആളുകളല്ല, മറിച്ച് ആരാധനയിലുള്ള പാർട്ടിസിപ്പേഷൻ വളരെ പ്രാധാന്യമാണ്, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ട് ഡെമോക്രസിക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് കോൺഗ്രിഗേഷണൽ സിംഗിങ്ങിന് ഉള്ള പ്രാധാന്യം വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മാസിൽ മിഷന്മാര് അവര് കോൺഗ്രിഗേഷണൽ സിംഗിങ്ങിനെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് മിഷന്മാർ ഇവിടെ വന്ന് പാട്ടുകൾ എഴുതിയത്? വളരെ സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അവർ പാട്ടുകൾ എഴുതുന്ന സമയത്ത് അവർ അവലംബിച്ച രീതികളുണ്ട്. നമുക്കറിയാം, മറ്റു ട്രഡീഷനുകളിലെല്ലാം തന്നെ പാട്ടുകൾ അവരുടെ ഏത് മിഷണറിമാരാണോ ഏത് സ്ഥലത്തു നിന്നാണ് അവർ വന്നത്, ആ ട്രഡീഷനിലുള്ള പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാസൽ മിഷന്മാർ അവർ വന്ന സമയത്ത് ട്രാൻസ്ലേഷൻ മാത്രമല്ല, ഒരു വെറും ട്രാൻസ്ലേഷൻ അല്ല, അതിലൊരു അഡാപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തഡോളജി കൂടി അവർ അവലംബിക്കുകയുണ്ടായി. അഡാപ്ഷൻ എന്ന് പറയുന്നത്, അതായത് അവർ വന്നിരിക്കുന്ന സാഹചര്യത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തർജ്ജമ, പാട്ടുകളുടെ തർജ്ജമയാണ് അവർ ചെയ്തത്. നമുക്കറിയാം, ബാസൽ മിഷൻ ഗാനങ്ങളെല്ലാം തന്നെ ജർമ്മൻ ട്യൂൺസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് മറ്റ് പാട്ടുകളിൽ നിന്നും ബാസൽ മിഷൻ പാട്ടുകൾ കുറച്ച് വേറിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ജർമ്മൻ ട്യൂൺസ് ആണ്. എന്നാൽ ഈ ജർമ്മൻ ട്യൂൺസ് അതിൽ അവർ പാട്ട് എഴുതുന്ന സമയത്ത് അവർ ചെയ്തത് വെറും ട്രാൻസ്ലേഷൻ മാത്രമായിരുന്നില്ല, അത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതി കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ടുകൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഗുണ്ടർ സാഹിബാണ്, പിന്നെ ജയൻ ഫ്രിഡ് സാഹിബ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഞാൻ കൂടുതൽ പേരുകൾ ഇവിടെ പറയുന്നില്ല, അത് സ്കിപ്പ് ചെയ്യാണ്. എന്താണ് ട്രാൻസ്ലേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ പ്രോസസ്? എങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ജർമ്മൻ ഹിംസ് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ